ുമ്പോൾ അവിടെ ഒരു മക്ബറ കാണാം. വെളിയങ്കോട്ട് ഉമർ ഖാലി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്. തങ്ങളുടെ ചരിത്രം പഠിക്കാം. ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും ഈ ഉമർ ഖാലി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചോര ചിന്താൻ തയ്യാറായവരാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഉമർ ഖാലി. അല്ലാതെ രാജ്യത്തിന് സ്വാതന്ത്ര്യം സമർപ്പിച്ചു തന്ന ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ വക്താക്കളല്ല ഇത്. ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ വക്താവ് പ്രഭാകർ ഭട്ടാണ് എന്ന് പറയാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞങ്ങൾ ഗാന്ധിയുടെ ഹന്തകന്മാരല്ല. ഞങ്ങളുടെ സംഘടനയിൽ ആരും തന്നെ സിന്ദഗിയിൽ ബിജാപൂരിൽ പോയിട്ട് പാകിസ്ഥാനിന്റെ പതാക ഉയർത്തിപ്പിടിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ഒരവസരത്തിൽ ഇന്ത്യ രാജ്യത്തിന് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് പാകിസ്ഥാനിന് ഇന്ത്യയുടെ പട്ടാളക്കാർ പോരാ എന്ന ഘട്ടമെത്തിയാൽ ഈ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഞങ്ങൾ പറയും പാകിസ്ഥാനെതിരെ ഇന്ത്യയിലെ സിവിലിയന്മാർ പോരാടണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, ദേശസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെക്കാളും ഞങ്ങൾക്ക് വലുത് ഇന്ത്യ രാജ്യമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട്, വിശ്വാസികളായതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്തളഫീങ്ങളിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദു സഹോദരന്മാരുണ്ട്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു 99% ഹിന്ദു സഹോദരന്മാരും നല്ലവരാണ്. പ്രഭാകർ ഭട്ട് വിശ്വസിക്കുന്നു 99% മുസ്ലിമീങ്ങളും തീവ്രവാദികളാണ് എന്ന്. ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രഭാകർ ഭട്ട് പറഞ്ഞതിന് എതിരായി ഞാൻ പറയട്ടെ, ഹിന്ദുക്കളിൽ ബഹുഭൂരിഭാഗം വരുന്ന സഹോദരന്മാരും നല്ലവരാണ്, ഐക്യം ആഗ്രഹിക്കുന്നവരാണ്, മതേതരത്വം ആഗ്രഹിക്കുന്നവരാണ്, ജനാധിപത്യം ആഗ്രഹിക്കുന്നവരാണ്, സൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരാണ്. കള്ളെടുക്ക പ്രഭാകർ ഭട്ടിനെ പോലെയുള്ള ഒരംശം 1% മാത്രമാണ് ഹിന്ദു സമുദായത്തിന് പറ്റിപ്പോയ രോഗം എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ അതേ ശൈലിയിൽ നിങ്ങളുടെ സമുദായത്തെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം പട്ടി മനുഷ്യരെ കടിക്കാറുണ്ട്, മനുഷ്യൻ തിരിഞ്ഞ് പട്ടിയെ കടിക്കാറില്ല. ഇതാണല്ലോ ലോകത്തിലെ പ്രസക്തമുള്ള വാചകങ്ങൾ. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഇവിടെ മതേതരത്വം നിലനിൽക്കണം. ഒരു വർഗീയ കലാപമുണ്ടായിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇവിടുത്തെ പിന്നോക്കക്കാർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? 1998 മുതൽ 2002 വരെ നിരന്തരമായിട്ട് ആ കേരളത്തിൽ വന്ന വസ്തു സ്വകാര്യ അദ്ദേഹത്തിന് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ വളരെ ആവേശത്തോടുകൂടെ മറുപടി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് ജാവോ ജാവോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ഗോ ഗോ എന്ന് പറയേണ്ടി വരുമെന്ന് അതേ സ്വകാര്യക്ക് മറുപടി നൽകിക്കൊണ്ട് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ അൽഹംദുലില്ലാഹ് ആർജവം കാണിച്ചതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മഹാനായ പണ്ഡിതവര്യർ. അങ്ങനെ പറയാൻ കഴിഞ്ഞല്ലോ. എന്തുകൊണ്ട് പറഞ്ഞത്? അദ്ദേഹം ഈ രാജ്യത്തിലെ പീഡനം അനുഭവിക്കപ്പെടുന്ന സമുദായത്തിന് എതിരെയാണ് സ്വകാര്യ സത്യസതി എന്ന് ആ പണ്ഡിത മഹേഷിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, 2002 വരെ ഗുജറാത്തിൽ ഇദ്ദേഹം പ്രസംഗിച്ചില്ലേ? എന്താണ് പ്രതിഫലമുണ്ടായത്? ഞങ്ങൾ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്, ഇവിടെ ഒരുമിച്ച് കൂടിയത് യുദ്ധം നടത്താൻ വേണ്ടിയല്ല. പ്രഭാകർ ഭട്ടിന്റെ സമുദായമായ, ബഹുമാനപ്പെട്ട ആദരിക്കപ്പെടുന്ന സമുദായമായ, എല്ലാ ഗൗരവങ്ങളും സമർപ്പിക്കപ്പെടുന്ന സമുദായമായ ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, നിങ്ങളുടെ ഗുരുവര്യന്മാരില്ലേ, നിങ്ങളുടെ ആചാര്യന്മാരില്ലേ, അതേ ഒടിയൂർ സ്വാമീജിയില്ലേ, പേജാവറ സ്വാമീജിയില്ലേ, ഇവരോടൊക്കെ ചോദിക്കൂ, പ്രഭാകർ ഭട്ട് പറയുന്നത് വാസ്തവമാണോ, ശരിയാണോ? നിങ്ങൾ നിങ്ങളുടെ സ്വാമിമാരോട് ചോദിക്ക്, കൊല്ലിയിലെ രമാനന്ദ സ്വാമീജിയോട് ചോദിക്ക്. അദ്ദേഹത്തിന്റെ അരികിൽ ഞാൻ ചെന്നിട്ടുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജമാഅത്തിൽപ്പെട്ട ഉദ്യാവരം 1000 ജമാഅത്തിലെ സൗഹാർദ്ദ സമ്മേളനത്തിലേക്ക് കൊല്ലിയിലെ രമാനന്ദ സ്വാമീജിയെ വിളിച്ചുകൊണ്ടുപോയത്, എന്നെ പ്രതിനിധീകരിച്ച് ഞങ്ങളവിടെ എത്തിയത് ഈ രാജ്യത്തിന് മതേതരത്വം നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് പ്രഭാകർ ഭട്ട് പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഒന്നിരിക്കൽ സ്വാമീജിമാര് തയ്യാറാകണം. അല്ലെങ്കിൽ ആണത്വമുള്ള പോലീസുകാർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ഈ രാജ്യത്തോട് പറയണം. അവർ 153A പ്രകാരം കേസെടുത്ത് കള്ളടുക്കയിലെ പ്രഭാകർ ഭട്ടിനെ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് സാധിക്കണം. ഈ രാജ്യത്തിന്റെ നിയമം പഠിച്ചാൽ സാധിക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം 1998 മുതൽ 2002 വരെ ഗുജറാത്തിന്റെ മണ്ണിൽ
സ്വാതന്ത്ര്യ സമരത്തിന്റെ പാഠവൈഭവങ്ങൾ മൊത്തമുള്ള ഗുജറാത്തിന്റെ മണ്ണിൽ പ്രസംഗിച്ചു. എന്താണ് ഇതിന്റെ പ്രതിഫലനമായിട്ടുണ്ടായത്? എന്താണ് രാജ്യത്ത്